ഹലോ ഗൈസ്, മുട്ട പപ്സാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മുട്ട പുഴുങ്ങി നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. സവാള ഇതാ ഇവിടെ വാട്ടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് മുളക് പൊടി വേണ്ടാത്തവർക്ക് കുരുമുളകിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് തക്കാളി സോസാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള തക്കാളി സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തത് സമൂസൻ്റെയൊക്കെ ഷീറ്റ് 2 എടുത്തിട്ടുണ്ട്. അതിൽ മൈദപ്പൊടിയാണ് കലക്കി എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ തേച്ച് ഒട്ടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വേറൊരു മോഡലിലാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് പപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ട് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളത് പപ്സ് ഇങ്ങനെ വെളിച്ചെണ്ണ കിടന്നിട്ട് നന്നായിട്ട് വേവുന്നുണ്ട്. നല്ല വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ. ഒരു ഗോൾഡൻ കളറായിട്ടിരിക്കും നമ്മളത് വെന്ത് കഴിയുമ്പോൾ. നമുക്കിങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ പപ്സ്. നല്ല മുരിമുരിയായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.